പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ CPM-ൻ്റെ മുടിചൂടാ മന്നനും ഏക ഛത്രാധിപതിയും ആയിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയനെ ജില്ലാ കമ്മിറ്റികൾക്ക് പുറകെ ജില്ലാ കമ്മിറ്റികൾ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ അത്ഭുതം തോന്നുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ CPM എന്നാൽ പിണറായി വിജയനായിരുന്നു. 2016 മുതൽ സർക്കാർ എന്നാൽ പിണറായി വിജയനായിരുന്നു. പാർട്ടി എന്നാൽ പിണറായി വിജയൻ, പിണറായി വിജയൻ എന്നാൽ പാർട്ടി. പിണറായി വിജയനെ ഒന്ന് ഇരുത്തി നോക്കാൻ പോലും ധൈര്യമുള്ള ഒരു നേതാവ് പോലും ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ നേതാവ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം കഴിഞ്ഞതിനെ തുടർന്ന് എടുത്തിട്ട് ചവിട്ടി കൂട്ടപ്പെടുകയാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും. ഇനി പറയാനൊന്നുമില്ല. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് പത്രങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. ജില്ലാ കമ്മിറ്റി, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാണ്. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാം ടൈമിൽ മന്ത്രിയാക്കേണ്ടതിന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട. 2 തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ തീരുമാനവും നിഗൂഢമാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാന പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ലെന്ന് തുറന്നടിച്ചു. പാർട്ടിയും ഭരണവും കണ്ണൂർ രൂപ പിടിച്ചെടുത്തുന്ന വിമർശനവും ഉണ്ടായി. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും എല്ലാം കണ്ണൂരിൽ നിന്നാണ്. തുടർ ഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിൻ്റേതായി. ബൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല, ചടങ്ങിൻ്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുന്നു. ഇടതുപക്ഷ സഹയാത്രികനായ മാർക്ക് ഉർലോ ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിലാണ്. അങ്ങനെ പറഞ്ഞ് ആ വാർത്തയുടെ അവസാനം MA ബേബി നടത്തുന്ന ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ ചില വിവരങ്ങൾ, ചില വിശദാംശങ്ങൾ ഒന്ന് വിശദമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, EP ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷണത്തോടെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത്. അതായത് പിണറായി വിജയനെതിരെയും CPM-നെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഒക്കെ തന്നെ അതിരൂക്ഷമായ വിമർശനം നടന്ന കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത MA ബേബി അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം ആരംഭിച്ചപ്പോൾ പറഞ്ഞത് ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്നാണ്. എന്നിട്ട് ഒരു വാചകം കൂടി പറഞ്ഞിട്ടുണ്ട്. അടി മുതൽ മുടി വരെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കും എന്നും ബേബി പറഞ്ഞു. അതായത് ബേബി പറഞ്ഞൊരു വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉയർത്തുന്ന ഒരു വാചകമാണ്. അടി മുതൽ മുടി വരെ തിരുത്തൽ പ്രക്രിയ. അങ്ങനെയുണ്ട്. അതായത് പിണറായി വിജയനെ മാറ്റുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കുക എന്നുള്ളത് മാത്രമല്ല, പാർട്ടിയെ വിമർശിക്കുക എന്നുള്ളത് മാത്രമല്ല, ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നുള്ളത് മാത്രമല്ല, പാർട്ടിയിൽ അടി മുതൽ മുടി വരെ തിരുത്തൽ. ഇതാണ് പതിറ്റാണ്ടുകളായി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന 2006-2011 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായിട്ടുള്ള MA ബേബി പറഞ്ഞിട്ടുള്ളത്. അടി മുതൽ മുടി വരെ തിരുത്തൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രമല്ല തിരുത്തൽ പ്രക്രിയ തുടങ്ങിയും അവിടെ അവസാനിക്കുകയും ചെയ്യുകയല്ല, മറുഭാഗത്ത് ഏറ്റവും അടിത്തട്ട് വരെ തിരുത്തൽ നടത്തും എന്നാണ് MA ബേബി പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ CPM-നകത്തൊരു തെറ്റുതിരുത്തൽ രേഖയുണ്ടായിരുന്നു. ആ രേഖയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ MA ബേബി മുതൽ താഴെത്തട്ടിലുള്ള പാർട്ടിക്കാരെ വരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോയിൽ ആ തെറ്റുതിരുത്തൽ രേഖയെക്കുറിച്ചിട്ട് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നു. ആ തെറ്റുതിരുത്തൽ രേഖ ഇപ്പം നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോളിറ്റ് ബ്യൂറോയുടെ ചവറ്റുകൊട്ടയിലായിരിക്കും. ചവറ്റുകൊട്ടയിൽ അത് ഈയിടെ നടന്നൊരു വിമർശനത്തിൽ ഏതോ കമ്മിറ്റിയിൽ പറയുകയും ചെയ്തു. തെറ്റുതിരുത്തൽ നടത്താൻ വന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അത് ബാഗിൽ നിന്ന് പുറത്തെടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുകയുണ്ടായി. ആ തെറ്റുതിരുത്തൽ രേഖ ആണ് എൻ്റെ കയ്യിലുള്ളത്. ആ തെറ്റുതിരുത്തൽ രേഖയിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ തെറ്റുതിരുത്തൽ രേഖ നടപ്പിലാക്കി നിന്ന് ചവറ്റുകൊട്ടയിൽ കിടക്കുന്ന
അല്ലെങ്കിൽ വീണ്ടും അടിമുതൽ മുടിവരെ തെറ്റുതിരുത്തുമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ചവറ്റുകുട്ടയിൽ കിടക്കുന്ന ഈ തെറ്റുതിരുത്തൽ രേഖയുടെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ തെറ്റുതിരുത്തൽ രേഖ നടന്നിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയനൊക്കെ എന്നേ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകൽ മാത്രമല്ല എന്നേ ജയിലഴിയണ്ണുമായിരുന്നു എന്നുള്ളത് ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സുഹൃത്തുക്കളെ, ഇത് 2009 ഒക്ടോബർ 23 മുതൽ 25 വരെ ചേർന്ന CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം അംഗീകരിച്ചതാണ് ഈ തെറ്റുതിരുത്തൽ രേഖ. അതിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് പറയുമ്പോൾ CPM-നകത്ത് ആദ്യം തെറ്റുതിരുത്തൽ രേഖ വന്നത് 2009 നമ്മൾ തെറ്റിദ്ധരിക്കരുത്. CPM-ൽ ആദ്യമായൊരു തെറ്റുതിരുത്തൽ രേഖ വന്നത് 996 അതിനുശേഷം അതൊന്നും നടപ്പിലാക്കാതിരുന്നതുകൊണ്ടോ അത് അപ്രസക്തമായി പോയതുകൊണ്ടാണ് വീണ്ടും മാറ്റങ്ങളൊക്കെ വരുത്തി 2010 ഒരു തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കിയത്. ആ തെറ്റുതിരുത്തൽ രേഖ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ഓഫീസിൽ ചെന്നാൽ അവിടെ ചവറ്റുകൊട്ടയിൽ കിടക്കുന്ന കാണാം. ആ ചവറ്റുകൊട്ടയിൽ കിടക്കുന്ന രേഖയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ തെറ്റുതിരുത്തൽ രേഖ 2010 കൊണ്ടുവന്ന് 1996 ഈ തെറ്റുതിരുത്തൽ രേഖ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഹാസ് എ ഗ്ലോറിയസ് റെക്കോർഡ് ഇൻ കണ്ടക്ടിങ് ക്ലാസ് ആൻഡ് മാസ് സ്ട്രഗിൾസ്. വളരെ പ്രൗഢോജ്വലമായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് ഈ പാർട്ടിക്ക്. വർഗസമരങ്ങളും ജനകീയ സമരങ്ങളും നടത്തി. ദ പാർട്ടി ഹാസ് ഡെവലപ്ഡ് ത്രൂ ദ ഹാർഡ് വർക്ക് ആൻഡ് സാക്രിഫൈസസ് ഓഫ് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഹിസ് കേഡേഴ്സ്. അതിൻ്റെ കേഡർമാരുടെ അവരുടെ സാക്രിഫൈസിലൂടെയും അവരുടെ കഠിനാധ്വാനത്തിലൂടെയുമാണ് ഈ പാർട്ടി വളർന്നു വന്നിട്ടുള്ളത്. To achieve its revolutionary goals, it is necessary for the party to overcome its political and ideological weaknesses and organizational shortcomings. അതായത് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളും രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ മറികടന്നാൽ മാത്രമേ പാർട്ടിക്ക് അതിൻ്റെ വിപ്ലവകരമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ട്രെങ്തൻസ് ഇറ്റ് സെൽഫ് ബൈ കോൺസ്റ്റൻറ്റ് റെക്ടിഫിക്കേഷൻ ഡയറക്റ്റഡ് അറ്റ് ഇംപ്രൂവിങ് ഇറ്റ്സ് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ്, by correcting its organizational shortcomings and providing a correct political and ideological orientation to its members. അതായത് നിരന്തരമായിട്ടുള്ള തിരുത്തൽ പ്രക്രിയയിൽ കൂടെ മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തിപ്പെടാൻ പറ്റുള്ളൂ. എങ്ങനെ? അതിൻ്റെ പ്രവർത്തന ശൈലി മെച്ചപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ തിരുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാട് നൽകിക്കൊണ്ട്. അങ്ങനെ മാത്രമേ പാർട്ടിക്ക് വളരാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ദ നെസസിറ്റി ഫോർ എ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ? എന്തിനാണ് ഒരു തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ എന്തിനാണ് നടത്തുന്നത്? ഇൻ എ ക്ലാസ് ഡിവൈഡഡ് സൊസൈറ്റി ദ റൂളിംഗ് ക്ലാസസ് കൺട്രോൾ ദ സ്റ്റേറ്റ് ആൻഡ് ദർ ഐഡിയോളജി ഡോമിനേറ്റ്സ് ദ സൊസൈറ്റി. ഒരു വർഗപരമായി ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഭരിക്കുന്ന ഭരണവർഗം ആണ് ഭരണത്തെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രത്യയശാസ്ത്രമാണ് ആ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇൻ സച്ച് എ സൊസൈറ്റി ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിക്കംസ് എ കണ്ടിന്യൂസ് ടാർഗറ്റ് ഫോർ പെനട്രേഷൻ ഓഫ് എലിയൻ ഐഡിയോളജീസ്. അതായത് പാർട്ടിക്ക് പുറത്തുള്ള പല പ്രത്യയശാസ്ത്രങ്ങളും ആ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലേക്ക് കടന്നു വരും. ദ റൂളിംഗ് ക്ലാസസ് സീക്സ് ടു വീക്കൻ ആൻഡ് ഡിസ്റപ്റ്റ് ദ പാർട്ടി ത്രൂ ദ ഡൈല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഐഡിയോളജി ആൻഡ് ക്യാരക്ടർ. അതായത് ഭരണവർഗം പാർട്ടിയെ അതിൻ്റെ പ്രത്യയശാസ്ത്രവും അതിൻ്റെ സ്വഭാവത്തെയും ഇതിലും വെള്ളം ചേർത്തുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. ഹെൻസ് ദർ ഇസ് എ നീഡ് ഫോർ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടു കൺസിസ്റ്റൻ്റ്ലി കൗണ്ടർ സച്ച് ഇൻഫ്ലുവൻസ് ആൻഡ് പെനട്രേഷൻ. അത്തരം സ്വാധീനങ്ങളും അതുപോലുള്ള കടന്നുകയറ്റമൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടും അതിനെ നിയന്ത്രിച്ചുകൊണ്ടും മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാൻ പറ്റുള്ളൂ. റെക്ടിഫിക്കേഷൻ ഹാസ് ടു ബി എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് നോട്ട് എ വൺ ഓഫ് എഫേർട്ട് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ റെവല്യൂഷണറി ക്യാരക്ടർ ഓഫ് ദ പാർട്ടി. അതായത് പാർട്ടിയുടെ വിപ്ലവകരമായിട്ടുള്ള സ്വഭാവം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തിരുത്തലെന്ന് പറഞ്ഞത് ഒരു തുടർ പ്രക്രിയ ആയിരിക്കണം, ഒരു സമയത്ത് മാത്രം ചെയ്യുന്നതായിരിക്കരുത്. ഓർത്തോണം, 2010 പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2010, 2020, 24 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ് റെക്ടിഫിക്കേഷൻ ഹാസ് ടു ബി എ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഒരു നിരന്തര പ്രക്രിയ ആയിരിക്കണം, അല്ലാതെ ഒരു തവണയുള്ളൊരു പ്രക്രിയ ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പാർട്ടിയുടെ വിപ്ലവ സ്വഭാവത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ദ പർപ്പസ് ഓഫ് സച്ച് എ ക്യാമ്പയിൻ ഈസ് ടു റിമൂവ് ദ റോങ് ട്രെൻഡ്സ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് സോ ദാറ്റ് ദ പാർട്ടി എമർജസ് മോർ യൂണിഫൈഡ് ആൻഡ് സ്ട്രെങ്തൻഡ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രവണതകളെ തിരുത്തുക എന്നുള്ളതും മാറ്റുക എന്നുള്ളതും പരിമിതികൾ എടുത്തു കളഞ്ഞ് പാർട്ടി കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
അപ്പോൾ എന്തിനാണ് തെറ്റിദ്ധരുത്തൽ നടത്തേണ്ടതെന്ന് 2010 പറഞ്ഞതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പാർട്ടി അതിൻ്റെ അവസ്ഥ ഇതൊക്കെ പറഞ്ഞോണം. 24 വർഷങ്ങൾക്ക് മുമ്പുള്ള തെറ്റിദ്ധരുത്തൽ രേഖയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ 19ാം പാർട്ടി കോൺഗ്രസ് ഈ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്തേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് സെൻട്രൽ കമ്മിറ്റിയോട് 1996 പിന്നെ തെറ്റിദ്ധരുത്തൽ രേഖ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2010 ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെറ്റിദ്ധരുത്തൽ രേഖയാണ്. ആ തെറ്റിദ്ധരുത്തൽ രേഖയിൽ പിന്നെ 1996 പറഞ്ഞ തെറ്റിദ്ധരുത്തൽ രേഖയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഈ രേഖകൾ ഈ 1996 രേഖ ഇപ്പോഴും പ്രസക്തമാണെങ്കിലും ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞതുകൊണ്ട് പുതിയ സാഹചര്യങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അതിൻ്റെ പിന്നെ 6ാം ഖണ്ഡികയിൽ വളരെ കൃത്യമായി ഒരു 5-6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ 96 തെറ്റിദ്ധരുത്തൽ രേഖയുണ്ടായിരുന്നു, അതിപ്പോഴും പ്രസക്തമാണെങ്കിലും അത് കൂടുതൽ സമ്പുഷ്ടമാക്കിയിരിക്കുകയാണ് 2010 ഈ രേഖ. അതിനകത്ത് പറയുന്നത് പാർലമെൻ്ററി വ്യാമോഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിഫോമിസ്റ്റ് ഡീവിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് പാർലമെൻ്ററി വ്യാമോഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് കൂടുതൽ ഇപ്പോൾ പ്രശ്നങ്ങളായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ 10ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ദ പെനട്രേഷൻ ഓഫ് അലിയൻ ബൂർഷ്വാ ടെക്നോളജി ഇൻഫ്ലുവൻസസ് ഫൈൻസ് വൺ മാനിഫെസ്റ്റേഷൻ ഇൻ ദ ഫോം ഓഫ് പാർലമെൻ്ററി ഓപ്പർച്യൂണിസം. പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ മേഖലയിലാണ് ഈ പുറത്തുനിന്നുള്ള സ്വാധീനങ്ങൾ ഇതിനകത്തേക്ക് വരുന്നത്. ഗ്രോത്ത് ഓഫ് പാർലമെൻ്ററിസം ഈസ് ഓൾസോ കണക്റ്റഡ് ടു ദ ഡിസയർ ഓഫ് അക്വയറിംഗ് മോർ മെറ്റീരിയൽ പൊസിഷൻസ് ആൻഡ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ. കൂടുതൽ മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാനും അതിനുവേണ്ടിയൊക്കെ ഈ എം പിമാരും MLA മാരും ഒക്കെ ആകാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ ഭാഗമാണ്. എ മോർ റീസെൻറ്റ് ഫിനോമിനൻ ഈസ് ഓഫ് കാൻഡിഡേറ്റ്സ് ആൻഡ് പാർട്ടി കമ്മിറ്റീസ് യൂസിംഗ് ദ മെത്തേഡ് ഓഫ് ബൂർഷ്വാ പാർട്ടീസ് ഇൻ ഇലക്ഷൻസ്. ബൂർഷ്വാ പാർട്ടികൾ ഇലക്ഷൻ കാണിക്കുന്നത് പോലെ പാർട്ടി കമ്മിറ്റികളും ചെയ്യുന്നു. ആസ് പോയിന്റഡ് ഔട്ട് earlier, the association with bourgeois parties in electoral alliance is a source of corrosive influence. അതായത് ബൂർഷ്വാ പാർട്ടികളുമായി ഇലക്ഷനിൽ പങ്കെടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഈ പറഞ്ഞ പോലെ തുരുമ്പെടുത്ത സ്വാധീനങ്ങൾ വരും. അതെല്ലാം പറഞ്ഞിട്ട് കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ 15ാമത്തെ 16ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്ന അടുത്തൊരു ഭാഗമുണ്ട്, കൊറോസീവ് ഇൻഫ്ലുവൻസ് ഓഫ് ബൂർഷ്വാസി സൊസൈറ്റി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് നോംസ്. അതായത് ബൂർഷ്വാ സൊസൈറ്റിയുടെ തുരുമ്പെടുത്ത സ്വാധീനങ്ങളും കമ്മ്യൂണിസ്റ്റ് മാനദണ്ഡങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും. അത് 19ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്. 19ാമത്തെ ഖണ്ഡിക അതിൽ പറയുന്നത്, ദ മെയിൻ അസറ്റ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈസ് ഇറ്റ്സ് കേഡേഴ്സ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആസ്തി അവരുടെ കേഡർമാരാണ്. Their selfless work among the people and simple living and integrity have been an important factor in winning the support of the people. ജനങ്ങളുടെ പിന്തുണ അവർക്ക് ആകർഷിക്കാൻ പറ്റുന്നത് അവർ ജനങ്ങളുടെ ഇടയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയും വളരെ ലളിതമായിട്ടുള്ള ജീവിതവും അവരുടെ വ്യക്തിത്വവുമൊക്കെയാണ് ഈ ജനങ്ങളുടെ പിന്തുണ ലഭിക്കാൻ അവർക്ക് സഹായകരമാകുന്നത്. There are tens and thousands of dedicated cadres of the party. പാർട്ടിക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഈ പറഞ്ഞ പോലെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന കേഡർമാരുണ്ട്. ഇന്യൂമറബിൾ കോമ്രേഡ്സ് ഹാവ് ലേവ് ഡൗൺ ദെയർ ലൈഫ് ഫോർ ദ സേക്ക് ഓഫ് ദ മൂവ്മെൻറ്റ്. അതായത് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കേഡർമാർ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ബട്ട് ഈ സം ലീഡേഴ്സ് ആൻഡ് കേഡേഴ്സ് ഫെയിൽ ടു ലീവ് അപ്പ് ടു ദ കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ്. ദർ ഇസ് എ ഡേഞ്ചർ ഓഫ് ദ ഇമേജ് ഓഫ് ദ പാർട്ടി ഗെറ്റിംഗ് ബ്ലർഡ് ആൻഡ് ഇറ്റ് ബീങ് സീൻ ആസ് നോ ഡിഫറൻറ്റ് ഫ്രം ബൂർഷ്വാ പാർട്ടീസ്. എന്നാൽ ചില നേതാക്കന്മാരും കേഡർമാരും കമ്മ്യൂണിസ്റ്റ് മാനദണ്ഡങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാതിരിക്കുകയും അങ്ങനെ ജീവിക്കാതിരുന്നാൽ ദർ ഇസ് എ ഡേഞ്ചർ ഓഫ് ദ ഇമേജ് ഓഫ് ദ പാർട്ടി ഗെറ്റിംഗ് ബ്ലർഡ്. പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാവുകയും അത് ബൂർഷ്വാ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത പാർട്ടിയാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു. ഇറ്റ് ഈസ് ഇൻ ദിസ് ഫിയർ ദാറ്റ് ദ മോസ്റ്റ് ഇറോഷൻ ഹാസ് ടേക്കൺ പ്ലേസ് കമ്പയർഡ് ടു ദ ടൈം വെൻ വി ഫോർമുലേറ്റഡ് ദ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ ഇൻ 1996. നമ്മൾ 1996 തിരുത്തൽ രേഖ തയ്യാറാക്കിയപ്പോൾ ഉണ്ടായതിനേക്കാൾ ഈ മേഖലയിലാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. The penetration of alien bourgeois and petty bourgeois values is manifested in a lavish lifestyle, building houses which are far above the minimum needs required, spending large amounts on weddings of children, organizing festivities on a lavish scale, etc. The penetration of alien bourgeois and petty bourgeois values, അതായത് ബൂർഷ്വാ പെറ്റി ബൂർഷ്വാ മൂല്യങ്ങൾ ഇതിനകത്തേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ലാവിഷായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, വളരെ സമ്പന്നമായിട്ടുള്ള ജീവിത രീതികൾ, ബിൽഡിംഗ് ഹൗസസ് വിച്ച് ആർ ഫാർ അബവ് ദ മിനിമം നീഡ്സ് റിക്വയർഡ്, ആവശ്യത്തിൽ കൂടുതൽ
ഉള്ള പിന്നെ വീടുകൾ നിർമ്മിക്കുക, സ്പെൻഡിങ് ലാർജ് എമൗണ്ട്സ് ഓൺ ബിൽഡിങ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി വലിയ തുക ചെലവഴിക്കുക, ഓർഗനൈസിങ് ഫെസ്റ്റിവിറ്റീസ് ഓൺ എ ലാവിഷ് സ്കെയിൽ എക്സെട്ര. ഇൻട്രസ്റ്റിംഗ്ലി ദീസ് ആർ ബീങ് അക്യൂസ്ഡ് ഇൻ ആൻഡ് നോ ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ക്ഡ് ബൈ ദ പാർട്ടി. ഇത് പാർട്ടിയിൽ നിരന്തരമായി നടക്കുകയും ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. There are examples of comrades who have acquired assets and incur expenses disproportionate to their known source of income. വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്തുകൾ സമ്പാദിക്കുന്ന പാർട്ടിക്കാർ. അപ്പോൾ ഇതുപോലെയൊക്കെ പറഞ്ഞതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. Though we had issued guidelines in 1996 rectification document on the acceptance of hospitality and gifts from businessmen, there are cases of violation. അതായത് കച്ചവടക്കാരിൽ നിന്നൊക്കെ മേടിക്കേണ്ട സമ്മാനമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞെങ്കിലും അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അതിനെ തുടർന്ന് റീമോൾഡിങ് ഔട്ട്ലുക്ക് ആൻഡ് അപ്ഹോൾഡിങ് പ്രോഗ്രസീവ് വാല്യൂസ്, അത് നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തുകയും പുരോഗമനപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് വിശദാംശങ്ങൾ പറയുന്നുണ്ട്. പാർട്ടി ഫണ്ട് കളക്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് വിശദാംശങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം ഓർഗനൈസേഷണൽ സ്റ്റെപ്സ് റിലേറ്റഡ് ടു റെക്ടിഫിക്കേഷൻ, അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. മെക്കാനിസം ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് വയലേഷൻസ്, ലംഘനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ അന്വേഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. തിരുത്തലിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. അവസാനം 39ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ദ സെൻട്രൽ കമ്മിറ്റീസ് റെസൊല്യൂഷൻ ഓൺ ദ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ ഷുഡ് ബി റിപ്പോർട്ടഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദ പാർട്ടി. ഈ പ്രമേയം പാർട്ടിയുടെ എല്ലാ തലത്തിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. Politburo and Central Committee will, on the basis of the rectification document, discuss the rectification process to be undertaken for the PB and the CC. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിറ്റ് ബ്യൂറോയിലും സെൻട്രൽ കമ്മിറ്റിയിലും വേണ്ട തിരുത്തൽ എന്താണെന്നുള്ളതും ചർച്ച ചെയ്യും. സിമിലർലി ദ സ്റ്റേറ്റ് കമ്മിറ്റി വിൽ പ്രിപ്പയർ ദെയർ ഓൺ റിപ്പോർട്ട് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഓൺ ഇറ്റ്സ് ഓൺ റെക്കമെൻഡേഷൻ. ഇതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റികൾ അതിൻ്റെ സ്വന്തമായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിൻ്റെ തിരുത്തൽ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും വേണം. ദ പ്രൊസീജിയർ വിൽ ഗോ ഡൗൺ ടു ദി ഡിസ്ട്രിക്ട് കമ്മിറ്റീസ് ആൻഡ് ദ ലോ ലെവൽ കമ്മിറ്റീസ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം ഈ നടപടിക്രമം ജില്ലാ കമ്മിറ്റിയിലേക്കും അതിൻ്റെ താഴത്തേക്കും പോകും. The time frame for the implementation of the rectification campaign should be completed by the end of June 2010. ആലോചിച്ച് നോക്കണം. ഒക്ടോബർ 23-25 2009 ഒക്ടോബർ 23-25 തയ്യാറാക്കിയിട്ടുള്ള റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ ഇത് ജൂൺ 2010 പൂർത്തിയാക്കണം എന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. CC ഷുഡ് റിവ്യൂ ദ ഇംപ്ലിമെൻറ്റേഷൻ. അത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കണം. The rectification is meant to unify and strengthen the party on correct principles. ശരിയായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ ഐക്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ തിരുത്തൽ. ഇറ്റ് ഈസ് നോട്ട് ടു ബി യൂസ്ഡ് ഫോർ മഡ്സ്ലിംഗിങ് ഓർ പ്രൈവറ്റ് അജണ്ടാസ്. അതായത് സ്വകാര്യമായിട്ടുള്ള അജണ്ടകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചെറുവാരി എറിയാനും വേണ്ടിയിട്ടോ ചെയ്യാൻ പാടില്ല. ദ ഡിസ്കഷൻ ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ എ ഫ്രാങ്ക് ആൻഡ് ഫ്രീ അറ്റ്മോസ്ഫിയർ. ഫ്രാങ്ക് ആൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ഈ ഡിസ്കഷൻ നടക്കുക. അങ്ങനെയുണ്ട്. 1996 ഒരു തിരുത്തൽ രേഖ കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് ഒന്നും നടക്കാതിരുന്നതുകൊണ്ട് 2009 വീണ്ടും ഒരു തിരുത്തൽ പ്രക്രിയ കൊണ്ടുവന്നു. അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓരോരോ മേഖലകളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. തെറ്റുകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പാർലമെൻ്ററി വ്യാമോഹത്തിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തു. അത് ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തു. അവസാനം എന്ത് പറഞ്ഞു? അത് 2010 ജൂണിനുള്ളിൽ അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അങ്ങനെ ജൂൺ 2010 നടപ്പിലാക്കണം എന്ന് പറഞ്ഞ ഈ തെറ്റുതിരുത്തൽ രേഖ ജൂൺ 2020 കഴിഞ്ഞിട്ടും ജൂൺ 2025 കഴിഞ്ഞിട്ടും, അതായത് ജൂൺ 2010 കഴിഞ്ഞ് ജൂൺ 2020 10 വർഷം, 14 വർഷം കഴിഞ്ഞിട്ടും ഈ തിരുത്തൽ രേഖയിൽ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഈ തിരുത്തൽ രേഖ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടു സുഹൃത്തുക്കളെ. എന്ന് മാത്രമല്ല, ഈ തിരുത്തൽ രേഖയിൽ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ഈ തിരുത്തൽ രേഖ അതിൻ്റെ സ്പിരിറ്റിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പിണറായിയൊക്കെ എന്ന് ജയിലിനകത്ത് പോയി കിടന്ന് അഴിയണ്ണിയേനെ. ആ തിരുത്തൽ രേഖയാണ് ഇപ്പോൾ ചവിറ്റുകൂട്ടെ കിടക്കുന്നത്. ആ തിരുത്തൽ രേഖയുടെ പ്രകാരം ഇനി അടി മുതൽ മുടി വരെ, മുകളിൽ നിന്ന് താഴെ വരെയും താഴെ നിന്ന് മുകളിൽ വരെയൊക്കെ തിരുത്തൽ നടത്തുമെന്നാണ് MA ബേബിയെ പോലുള്ള നേതൃപുങ്കവന്മാരൊക്കെ ഇടുന്ന് തട്ടിവിടുന്നത്. എന്തൊക്കെ നടക്കും എന്നുള്ളത് കാത്ത് ഇരുന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഈ പാർട്ടി എന്ന് പറഞ്ഞ സംവിധാനം കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഈ നേതൃപുങ്കവന്മാർ മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്.